ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാക്കി KPMS. സെക്രട്ടേറിയറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ജാതി സെൻസസിൽ സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ഇടത് സർക്കാർ ഒരു സവർണ സർക്കാരാണെന്ന് പറയേണ്ടി വരുമെന്നും KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. സമഗ്രമായൊരു സർവേ അത് ജാതി തിരിച്ചു തന്നെ വേണമെന്ന് പിന്നാക്ക വിഭാഗക്കാരുൾപ്പെടെ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ ഈ ആവശ്യത്തോട് സർക്കാർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. സംസ്ഥാനത്ത് മുന്നാക്ക സംവരണം അതിവേഗം നടപ്പിലാക്കിയ ഇടത് സർക്കാർ എന്തുകൊണ്ട് പിന്നാക്ക വിഭാഗക്കാർക്ക് ഗുണകരമാകുന്ന ജാതി സെൻസസ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ചോദ്യം. പാർശ്വവത്കൃത ജനവിഭാഗങ്ങളുടെ യഥാർത്ഥ സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കി പദ്ധതികൾ ആവിഷ്കരിക്കാനായി ജാതി സെൻസസ് വേണമെന്നാണ് KPMS നിരന്തരമായി ആവശ്യപ്പെടുന്നത്. എന്നാൽ കേന്ദ്രവും സംസ്ഥാനവും ഇത് കേൾക്കാത്ത മട്ടാണ്. കേന്ദ്രം നടപ്പിലാക്കിയ മുന്നാക്ക സംവരണം സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാർ അതിവേഗം നടപ്പിലാക്കിയെന്നും പിന്നാക്ക വിഭാഗത്തിന്റെ വിഷയങ്ങളിൽ സർക്കാരിന് താല്പര്യമില്ലായ്മയാണെന്നും ഇവർ ആരോപിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ജാതി സെൻസസിനെതിരെ നിൽക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല പദ്ധതികളും കൊണ്ടുവന്നെങ്കിലും പട്ടിക വിഭാഗക്കാർ മുന്നാക്ക വിഭാഗങ്ങളിലെ ദരിദ്രർ പോലും ആയില്ലെന്ന് KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. പുതിയ കാലത്ത് ജനവിഭാഗങ്ങൾ തങ്ങളിലുള്ള സാമൂഹിക അന്തരം എന്തെന്ന് മനസ്സിലാക്കാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ, പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ സ്ഥിതിവിവര കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റ് ഒരു സവർണ ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഗവൺമെന്റിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്ന് കരുതിയാൽ മതിയാകും. ബീഹാറിൽ ജാതി അടിസ്ഥാനത്തിൽ നടത്തിയ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്രയും ജാതി സെൻസസ് നടത്താനൊരുങ്ങുകയാണ്. ഈ ഉദാഹരണങ്ങൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. പട്ടിക വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ പോലും മുടങ്ങുന്നത് കൃത്യമായ ഒരു സർവേ ഇല്ലാത്തതിനാലാണെന്നും ശ്രീകുമാർ പറഞ്ഞു. സർക്കാരിനെതിരായ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് KPMSന്റെ തീരുമാനം. എല്ലാ പിന്നാക്ക വിഭാഗങ്ങളും ഇനിയുള്ള സമരപരിപാടികൾക്ക് ഒരുമിക്കുമെന്ന ഉറപ്പ് നൽകിയെന്നും KPMS വ്യക്തമാക്കി. 2011 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ജാതി തിരിച്ചുകൊണ്ടുള്ള ഒരു സെൻസസ് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ അതിലെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ താല്പര്യമില്ലാത്ത സമീപനമാണ്. എന്തുകൊണ്ടാണ് UPA സർക്കാരിന്റെ സെൻസസ് വിവരങ്ങൾ പുറത്തു വരാത്തത്? സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാകാത്തത്? തുടങ്ങിയ അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജാതി തിരിച്ചുകൊണ്ടുള്ള സമഗ്രമായ സാമൂഹിക സാമ്പത്തിക സെൻസസ് സമൂഹത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യം എന്നാണ് KPMSന്റെ വാദം. ചില പ്രതികരണങ്ങൾ കൂടി കാണാം പ്രേക്ഷകർക്ക്. ജാതി സെൻസസ് എന്താണെന്ന് അറിയുവാൻ അത് നടപ്പിലാക്കിക്കൊണ്ട് ധാരാളം ഗുണങ്ങൾ പട്ടികപ്പെടുന്ന ആളുകൾക്കുണ്ടാകും. ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ ജീവിച്ച പോലെ തന്നെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിത നിലവാരങ്ങൾക്ക് ഒരു മാറ്റങ്ങളില്ല. അപ്പോൾ ഈ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി വെച്ചിരിക്കുന്ന ജാതി സെൻസസ് നടപ്പിലാക്കണം. കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒത്തിരി വെട്ടിക്കുറവ് ചെയ്യുക. ജാതി സെൻസസ് പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ജാതി ഇത്ര എണ്ണം വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഭരണാധികാരികൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. മുന്നോക്ക സംവരണം നടപ്പിലാക്കിയപ്പോഴത്തേക്ക് തന്നെ അനർഹരായിട്ടുള്ളവർ ഒത്തിരി പേര് കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിലുള്ളവരുടെയും എല്ലാം ഒരു ജാതി സെൻസസ് നടപ്പിലാക്കേണ്ട കേരളത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒത്തിരി പുറകിലാണ്. അപ്പം ബീഹാറിലൊക്കെ നടത്തിയതുപോലെ നമ്മുടെ കേരളത്തിലും വരണമെന്നാണ്